അമ്മ ഒന്ന് രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? തീരുമാനിച്ചില്ല. ഇനി എന്തോന്ന് തീരുമാനിക്കാൻ? നിക്കമ്മ. അഞ്ചുമോക്ക് വിശേഷം ഉണ്ടെന്നറിഞ്ഞു. ഇവിടുത്തെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, സ്വന്തം മോന്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു കൊടുക്കണമെന്ന്. മനസ്സിലായില്ല. അതൊന്നും ഇല്ലമ്മ, ഇവക്ക് ഇത് തന്നെ പണി. അഞ്ജു, നീ താഴേക്ക് പോയേ. അമ്മ യാത്ര കഴിഞ്ഞു വന്നല്ലേ, റെസ്റ്റ് എടുക്കട്ടെ. എന്നെ പറഞ്ഞു വിടാൻ എന്താ ഒരു ധൃതി? അത് ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. നിനക്കെന്താണ് ഞങ്ങളെ പറഞ്ഞു വിടാൻ ഇത്രയ്ക്ക് ധൃതി? എന്താ ഏട്ടത്തി ഇത്ര ധൃതി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല, നീ ഒന്ന് പോയേ. മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദാ ജനിക്കുന്ന കുഞ്ഞിനായിരിക്കും ഇതിന്റെ പ്രശ്നം. ദേ അവളെ നോക്കിക്കേ, എന്ത് സമാധാനമായിട്ട് അവള് കാര്യങ്ങൾ സംസാരിക്കുന്നത്. എനിക്ക് ഒളിക്കാനും മറിക്കാനൊന്നും ഇല്ലല്ലോ അമ്മ. അപ്പൊ സമാധാനായിട്ട് സംസാരിക്കാൻ പറ്റും. ആവണി, നിനക്കെന്തെങ്കിലും ഒളിക്കാനും മറക്കാനും ഉണ്ടോ? എനിക്കൊന്നും ഒളിക്കാനും മറിക്കാനൊന്നും ഇല്ലമ്മ. അമ്മ റെസ്റ്റ് എടുക്ക്. നീ വന്നേ അഞ്ജു. അമ്മ പിന്നെ കാണാം. പണ്ടത്തെ പോലെ തന്നെ അവക്ക് ഒരു മാറ്റമില്ല. ആ വാശിയും ദേഷ്യവും ഒക്കെ അങ്ങനെ തന്നെ. എന്താണ് നിനക്കിത് എന്തിനാ കേടാടി? നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി പറയുമ്പോ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ടെൻഷനില്ലേ, അത് കാണുമ്പോ എനിക്കുണ്ടാകുന്ന സന്തോഷം, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് തീർത്താ പോരെ? എന്തിനാ വെറുതെ എന്റെ അമ്മ അതിൽ വലിച്ചിരുന്നത്? ആണോ? എന്റെ അമ്മയെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? എന്റെ അമ്മയെ നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടില്ലേ? നിന്റെ അമ്മ എന്നോട് ചെയ്തൊക്കെ നീ മറന്നോടി? ചെയ്തതിന് തിരിച്ചു ചെയ്തു, അത്രേ ഉള്ളൂ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ ചെയ്തതിനൊക്കെ ഞാനും തിരിച്ചു ചെയ്യും. എന്റെ അമ്മ ഇവിടുന്ന് വിഷമത്തോടെയാണ് പോയതെങ്കിൽ നിങ്ങളുടെ അമ്മ കരഞ്ഞോണ്ട് ഇറങ്ങും. നിങ്ങൾ നോക്കിക്കോ. നീ എന്തേലുമൊക്കെ ചെയ്. അമ്മ വന്നോണ്ട് നീ ഒന്നും ഒപ്പിക്കാതിരിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ കരുതിയിരുന്നോളാം. വൈകുന്നേരം വരെ നിങ്ങൾ അമ്മയുടെ മുമ്പിൽ ഹാപ്പിയാണെന്ന് അഭിനയിച്ചു കാണിക്കും. പക്ഷേ രാത്രിയാകുമ്പോഴോ മോഹനേട്ടന് നിങ്ങളും രണ്ട് റൂമിൽ കിടക്കുന്നത് കാണുമ്പോ അമ്മ ചോദിക്കില്ലേ, അപ്പൊ എന്ത് പറയും? നിങ്ങൾ കള്ളം പറയായിരിക്കും, പക്ഷേ മോഹനേട്ടൻ സത്യം പറയില്ലേ? ആലോചിച്ച് നോക്കാവണി, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല അല്ലേ? ആലോചിക്ക്. ഇതാലോചിച്ചിട്ട് പരിഹാരം കണ്ടെത്തുമ്പോഴേക്കും ഞാൻ അടുത്ത പ്രശ്നം ഉണ്ടാക്കും. ഇന്ന് എന്റെ ദിവസമാണ് ആവണി. അല്ല ഏട്ടത്തി. ശരി എന്നാട്ടോ.